ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. നമുക്കറിയാം നമ്മുടെ വൺ പീസ് ഇപ്പോൾ ഫൈനൽസ് ആകിയാലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ വൺ പീസ് ഇനി അധികകാലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഫൈനൽ വാറിൽ എന്തായാലും വളരെ വലിയൊരു കെയോസ് തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫൈനൽ വാറോടുകൂടി ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മുടെ വൺ പീസിൽ മരണപ്പെട്ടേക്കാം. അങ്ങനെ മരിക്കാൻ ചാൻസ് ഉള്ള സ്ട്രോ ഹാറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ടാർഗറ്റ് വെക്കുന്നുണ്ട്. 25 സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വെക്കുന്ന ടാർഗറ്റ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഞാനിങ്ങനെ ഒരു ടാർഗറ്റ് വെക്കാൻ കാരണം നിങ്ങൾ പലരും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതിനുള്ള തെളിവ് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് കാണിച്ചു തരാം. ഇവർ 2-3 പേര് മാത്രമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മെയിൻ ക്യാരക്ടറുടെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് നമ്മുടെ ലൂഫി മരിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫൈനൽ വാറിൽ എന്തായാലും ഒരു തവണ നമ്മുടെ ലൂഫി മരിക്കും. ആ ടൈമിൽ നമ്മുടെ ലൂഫിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫി പിന്നെയും നമ്മുടെ ഫൈനൽ വാറിൽ മരിച്ചാൽ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലോയുടെ സാക്രിഫൈസ് വെറുതെ അതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലൂഫി നമ്മുടെ ഫൈനൽ വാറിൽ മരിക്കുമെന്ന്. പിന്നെ എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഊസോപ്പ്. അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മുടെ ഊസാപ്പും വേണമെങ്കിൽ നമ്മുടെ ഫൈനൽ വാർ സർവൈവ് ചെയ്തേക്കാം. കാരണം നമ്മുടെ ഓട തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഊസോപ്പ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരെ സർവൈവ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ഊസോപ്പ് നമ്മുടെ ഫൈനൽ വാറിന് മരിക്കാതിരിക്കാം. പിന്നെ നമ്മുടെ ബ്രൂക്ക് ഒരു തവണ നമ്മുടെ സ്റ്റോറിയിൽ മരിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നമ്മുടെ ബ്രൂക്കിനെ കൊല്ലാൻ പോകുന്നുണ്ടെന്ന്. അത് മാത്രമല്ല, ബ്രൂക്ക് ഏകദേശം ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. അതുകൊണ്ട് ബ്രൂക്ക് മരിക്കുക എന്നുള്ളത് എനിക്കൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ നമ്മുടെ ജീംബെ, നമുക്കറിയാം നമ്മുടെ ജീംബയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഫിഷ്മാൻസിനെ സർഫസിലേക്ക് കൊണ്ടുവന്ന് എല്ലാ മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഡ്രീം നടക്കുമ്പോൾ അത് കാണാൻ നമ്മുടെ ജീംബെ തീർച്ചയായിട്ടും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓട എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീംബേനെയും കൊല്ലുമെന്ന്. പിന്നെ നമ്മുടെ ഫ്രാങ്കിയും നീക്കോ റോബിനും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് സെഞ്ചുറിയിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ള കാര്യം റിവീൽ ചെയ്യാൻ നീക്കോ റോബിൻ തീർച്ചയായിട്ടും ജീവനോടെ വേണം. അതുകൊണ്ട് തന്നെ റോബിൻ മരിക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാങ്കി, ഇപ്പോൾ സ്റ്റോറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫ്രാങ്കിയും മരിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സാഞ്ചിനെ ഇപ്പോൾ വേൾഡ് സെഞ്ചുറി വെച്ച് വളരെയധികം കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ എമിത്ത് എന്ന റോബോട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ജയൻറ്റ് റോബോട്ട് ആയിക്കോട്ടെ, എല്ലാ ജനറേഷനിലും ഒരു റോബോട്ട് ഉണ്ടായിരുന്നു. ആ റോബോട്ട്സൊക്കെ അവരുടെ ടൈമിൽ നടന്നിട്ടുള്ള വാർ സർവൈവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഫ്രാങ്കിയും വാർ സർവൈവ് ചെയ്തേക്കാം. ഇനിയിപ്പം ബാക്കിയുള്ളത് നമ്മുടെ സോറോ, സാഞ്ചി, നാമി. എനിക്ക് തോന്നുന്നത് ഇവരിൽ ആരെങ്കിലും ഒരുത്തർ മരിക്കുക എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ സോറോ ആയിരിക്കാം. കാരണം നമ്മുടെ സോറോ അത്രമാത്രം ലോയലായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഒരു പക്ഷേ നമ്മളെ ലൂഫിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സോറോ മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ സാഞ്ചിനെ കൊണ്ടും പറയാം. ഇതേ രീതിയിൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ സാഞ്ചിയും നമ്മുടെ ലൂഫിക്ക് വേണ്ടി തൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ നാവിഗേറ്റർ ആയിട്ടുള്ള നാമി, ഒരുപക്ഷെ നമ്മുടെ നാമി ഫൈനൽ വാറിൽ മരണപ്പെടുകയോ ഇതായിരിക്കും നമ്മുടെ ലൂഫിയുടെ അടുത്ത പവറപ്പിന് ട്രിഗർ ചെയ്യാൻ പോകുന്ന ഒരു സംഭവം. കാരണം നമ്മുടെ ലൂഫി എപ്പോഴും നമ്മുടെ നാമിക്ക് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ നാമി ആയിരിക്കും നമ്മുടെ ഫൈനൽ വാറിൽ മരിക്കാൻ പോകുന്നത്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ ടോണി ചാപ്പറാണ്. പിന്നെ ചോപ്പർ മരിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ചോപ്പർ മരിക്കുമെന്ന്. ചോപ്പർ തീർച്ചയായിട്ടും നമ്മുടെ ഫൈനൽ വാർ സർവൈവ് ചെയ്യുക തന്നെ ചെയ്യും. ഇതിന് പ്രത്യേകിച്ചൊരു കാരണമൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ചോപ്പർ ആർക്കെങ്കിലും കൊല്ലാൻ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതുണ്ട്. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിന് ബൈ.